سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ആരോഗ്യം നൽകപ്പെട്ടവർ, അവസരങ്ങൾ നൽകപ്പെട്ടവർ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരോഗ്യത്തെ സംബന്ധിച്ച്, അവസരങ്ങളെ സംബന്ധിച്ച് വലിയ വിചാരണ വരാനിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കെപ്പോഴും വേണം. കാരണം ചുറ്റുപാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ ആ ഒരു ആലോചന ഉണ്ടാക്കാൻ കൂടിയാണ്. അല്ലാഹു അവസരങ്ങളും സൗകര്യങ്ങളും ആരോഗ്യവുമെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു വിലക്കിയ മാർഗത്തിൽ, അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ള വഴികളിൽ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ, ആരോഗ്യത്തെ, അവസരത്തെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രദ്ധ വേണം എന്നുള്ള സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നൽകാനുള്ളത്. കാരണം പല വ്യക്തികളും അശ്രദ്ധമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അല്ലാഹു നൽകിയ സമയത്തെയും ആരോഗ്യത്തെയും വിനിയോഗിക്കുന്നത് എന്ന് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. ഒരു ഹവയിലാണ്. മിമ്പറിൽ നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു ആഴ്ചത്തേക്കുള്ള എനർജി, ഊർജം നമുക്ക് ലഭിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി, ഇഖ്ലാസ് വർദ്ധിക്കാൻ വേണ്ടി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. രണ്ട് പെൺകുട്ടികൾ ശുഐബ് അലൈഹിസ്സലാമിന്റെ മക്കളാണ് എന്ന് മുഫസ്സിറുകൾ വിലയിരുത്തി. അവർ വെള്ളം കോരാൻ വേണ്ടിയിട്ട്, തങ്ങളുടെ ആടിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു സന്ദർഭം.
കാരണം അവിടെ മറ്റുള്ളവരിൽ ശക്തിയുള്ള ആളുകൾ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആണുങ്ങൾക്കിടയിൽ നിന്ന് മാറി നിൽക്കുന്ന രണ്ട് സഹോദരിമാരെ മൂസാ നബി അലൈഹിസ്സലാം കാണുകയും എന്താണ് നിങ്ങളെ ഇങ്ങനെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് വേണ്ടി വെള്ളം കോരിക്കൊടുക്കുന്നത് ആരോഗ്യഗാത്രനായ മൂസാ അലൈഹിസ്സലാമാണ്. എന്നാൽ അവർ അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ലജ്ജയോടുകൂടിയാണ്. ഒരു അന്യപുരുഷനുമായിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീ സംസാരിക്കേണ്ട മര്യാദ ആ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാഇൻ ഖാലത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹി القصص ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമി الظالمين. അപ്പോൾ ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ നാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നു ചെന്നിട്ട് പറഞ്ഞു, രണ്ട് മക്കളാണ്, പെൺകുട്ടികളാണ്, ഇവർക്കാണ് വെള്ളം കോരിക്കൊടുത്തത്. ഈ സന്ദർഭത്തിൽ ഇവര് ബാപ്പയോട് പോയിട്ട് കാര്യങ്ങൾ കഥ പറയുകയാണ്. കഥ കേട്ടപ്പോ വാപ്പ അദ്ദേഹത്തെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയാണ് പറഞ്ഞേക്കുന്നത്, ഒറ്റ പെൺകുട്ടിയാണ് പറഞ്ഞേക്കുന്നത്. ആ പെൺകുട്ടി മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുന്ന രംഗം, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന രംഗം, അത് നമ്മൾ മനസ്സിലാക്കണം. നാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് നടന്നു ചെന്നിട്ട് പറഞ്ഞു, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ആടുകൾക്ക് വെള്ളം കൊടുത്തതിനുള്ള പ്രതിഫലം താങ്കൾക്ക് നൽകാനായി എന്റെ പിതാവ് താങ്കളെ വിളിക്കുന്നു. ഈ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് ഈ പെൺകുട്ടി കൈമാറുകയാണ്. അങ്ങനെ മൂസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് തന്റെ കഥ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു, ശുഐബ് അലൈഹിസ്സലാം പറഞ്ഞു, ഭയപ്പെടേണ്ട അക്രമികളായ ജനതയിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ തനിക്ക് കിട്ടിയ ആരോഗ്യം, തനിക്ക് കിട്ടിയ ശക്തി അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത് സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഖാലത് ഇഹ്ദാഹുമായ അബത്തി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. രണ്ട് ക്വാളിറ്റീസ്, രണ്ട് ഗുണവിശേഷണങ്ങൾ മൂസാ അലൈഹിസ്സലാമിനുണ്ട് എന്ന് പ്രിയപ്പെട്ട മക്കൾ, പെൺകുട്ടികൾ ഉപ്പയോട് പോയി സമ്മതിക്കുകയാണ്. അവർ പറഞ്ഞു, സൂറത്തുൽ ഖസസ് 26-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, എന്റെ പിതാവേ, ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിർത്തുക, നമ്മുടെ വീട്ടിൽ ജോലിക്കാരനായിട്ട് ഈ ആളെന്ന് നിർത്തണം, റെക്കമെൻഡ് ചെയ്യാണ്. രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റീസ്, രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്. തീർച്ചയായും താങ്കൾ കൂലിക്കാരനായി എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ ഇദ്ദേഹമാണ്. കാരണം അദ്ദേഹത്തിനുള്ള ഗുണം എന്താണ്? ഒന്ന്, അദ്ദേഹം ശക്തനാണ്, ആരോഗ്യവാനാണ്, രണ്ട്, വിശ്വസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ആ രണ്ട് പെൺകുട്ടികളോട് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെ മാന്യമായി പെരുമാറി എന്നുള്ള സവിശേഷത ആ ചരിത്രം രേഖപ്പെടുത്തുന്ന മുഫസ്സിറുകൾ പറയുന്നു. മൂസാ അലൈഹിസ്സലാം അല്ലേ, രണ്ടുപേരും കൂടി നടക്കുന്ന ആ ഒരു രംഗമുണ്ട്. അവിടെ മൂസാ അലൈഹിസ്സലാമിന് വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് പിന്നിലാണ് ആ പെൺകുട്ടി നടക്കുന്നത്. ഒരാണും പെണ്ണും ഒറ്റക്കാണ് അവിടെ നടക്കുന്നത്. അവിടെ പോലും വിശ്വസ്തത പാലിച്ചു എന്നുള്ളത് ഒരു വലിയ ക്വാളിറ്റിയാണ്. സഹോദരന്മാരെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നത് ജോലിസ്ഥലത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള ചർച്ച വേറെയാണ്. എന്നാൽ ആ സ്ഥലങ്ങളിൽ പോലും തങ്ങളുടെ ജോലിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന, ലൈംഗികമായി മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജോലി സ്ഥലത്ത് പോലും സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഈ സന്ദർഭത്തിലാണ് പ്രവാചകന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പോവേണ്ടത്. അദ്ദേഹം പറയുന്നു, ഖാല റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നമുക്കറിയാം, ഇസ്രായേലുകളും ഖിബിത്തുകളുമായിട്ടുള്ള ആ ഒരു പോരാട്ടത്തിൽ ഒരാളെ അബദ്ധവശാൽ മൂസ അലൈഹിസ്സലാം വധിക്കാനിട വന്നു. അദ്ദേഹം ശക്തമായൊരു ഇടി കൊടുത്തപ്പോ അദ്ദേഹം മരണപ്പെട്ടു. ഖിബിത്തിയായിട്ടുള്ള ആ വ്യക്തി മരണപ്പെട്ടു. ഒരു വലിയ തെറ്റാണ്, കൊലപാതകമാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഖാല റബ്ബി ഇന്നി വലംതു നഫ്സി ഫഗ്ഫിർ ലീ ഫഗഫറ ലഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ സംഭവത്തിനു ശേഷം ആ പട്ടണത്തിൽ നിന്ന് വളരെ പേടിച്ചു കഴിഞ്ഞ മൂസ അലൈഹിസ്സലാമിനോട് വീണ്ടും അതേ വ്യക്തി തന്നെ വീണ്ടും സഹായം ചോദിക്കുന്നു. ആ സഹായം ചോദിക്കുന്നത് എന്താണ്? അദ്ദേഹം ആരോഗ്യഗാത്രനാണ്. എന്നാ മൂസാ നബി അലൈഹിസ്സലാം ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. എടാ അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ റബ്ബേ, ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ചിലപ്പോ നമ്മളൊക്കെ ഒരു ദേഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? ചില തെറ്റുകൾ ചെയ്തിരിക്കും. തെറ്റ് വന്നു പോയാൽ പോലും സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് സംഭവിക്കേണ്ട മര്യാദ എന്താണ്? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സ്വന്തം നഫ്സിനോട് നാഥ, ഞാൻ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാ നമ്മൾ പറയേണ്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആരാധിക്കപ്പെടാൻ അർഹനായി നീയല്ലാതെ മറ്റാരുമില്ല. യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ആരാധനക്ക് അർഹനായിട്ട് നീയല്ലാതെ ആരുമില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. അപ്പൊ മനുഷ്യ സഹജമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത്. തെറ്റ് സംഭവിക്കാന്നുള്ളത്. ആ തെറ്റ് സംഭവിച്ചു, പരീക്ഷിക്കപ്പെട്ടു, ദീർഘമായി യാത്ര ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു സൽക്കർമ്മം അവിടെ ചെയ്യാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടികൾക്ക് അദ്ദേഹം അവരുടെ ആടുകൾക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ തയ്യാറായത്. فسقى لهما ثم تولى إلى الظل فقال رب إني لما أنزلت إلي من خير فقير. ആ സൽക്കർമ്മം നിർവഹിച്ചതിന് ശേഷം ഒരു തണലിലേക്ക് മാറി നിന്നുകൊണ്ട് അദ്ദേഹം അല്ലാഹുവിനോട് പറയാണ്, രണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ കാലികൾക്ക് വെള്ളം കൊടുത്തിട്ട് പിന്നീട് അദ്ദേഹം തണലിലേക്ക് മാറി നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, എന്റെ നേരെ ഗുണമായിട്ടുള്ള വല്ലതും നീ ഇറക്കിത്തരുന്നതിന് നിശ്ചയമായും ഞാൻ ആവശ്യക്കാരനാണ്. ഞാൻ സഹായത്തിന് ആവശ്യക്കാരനാണ്. ഇവിടെ ആരുമില്ല. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം രണ്ട് കുട്ടികൾക്ക് നന്മ ചെയ്യാൻ പ്രയോജനപ്പെടുത്തിയിട്ട് പിന്നെ അള്ളാഹിനോട് അദ്ദേഹം താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, എനിക്കിതൊരു ഹൈറാക്കി മാറ്റിത്തരേണമേ. ഉടനുള്ള ജവാബ് കൊടുക്കാണ്. സഹോദരങ്ങളെ, നമ്മളൊരു ഹൈറായ കാര്യം ചെയ്തിട്ട് ഉടനെ ജവാബ് ചെയ്താൽ അവിടെ നന്മ തേടിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യാണ്. ഒരു നന്മ ചെയ്തിട്ട് പിന്നെ ഒരു നന്മ തേടി പ്രാർത്ഥിക്കുകയാണ്. ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് ആടുകൾക്ക് വെള്ളം കോരിക്കൊടുത്ത് അദ്ദേഹം സഹായിച്ചു. ഉടനടി അദ്ദേഹത്തെ അള്ളാഹു സഹായിക്കുകയാണ്. എന്താണ് സഹായം? അദ്ദേഹം ക്ഷീണിതനാണ്, അദ്ദേഹം നിരാശ്രയനാണ്. ആ പ്രാർത്ഥനകളെ കേട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകുകയാണ്. അതിന്റെ ഭാഗമാണ് എന്റെ ഉപ്പ നിങ്ങളെ വിളിക്കുന്നുണ്ട് പ്രതിഫലം തരാൻ വേണ്ടിയിട്ട് വിളിച്ച അദ്ദേഹത്തിന് കിട്ടുന്ന ഓഫർ എന്താണ്? നമുക്കറിയാം, ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. അതിനുള്ള രണ്ട് ക്വാളിറ്റീസ്, ഒന്ന് വിശ്വസ്തനാണ്, രണ്ട് ശക്തനാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാനുള്ള 8 വർഷത്തോളം ഖിദ്മത്ത് ചെയ്യണം. അതാണ് അവിടെ മഹറായി നിശ്ചയിച്ചത്. ഇനി 10 വർഷം വേണമെങ്കിൽ ചെയ്യാം, അത് എക്സ്ട്രാണ്. നിർബന്ധമായിട്ട് 8 വർഷം ഖിദ്മത്ത് ചെയ്യണം. എങ്കിൽ എന്റെ ഒരു പെൺകുട്ടിയെ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം
എന്ന് ശുഐബ് അലൈഹിസ്സലാം പറയാണ്. അപ്പൊ ആലോചിച്ചു നോക്കിയ ഖാലത് ഇഹ്ദാഹുമാ യാ അബത്തി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ആ പെൺകുട്ടികളിൽ ഒരാൾ പറയാണ്, എന്റെ പിതാവേ, ഇദ്ദേഹത്തെ താങ്കൾ കൂലിക്കാരനായി നിർത്തുക. തീർച്ചയായും താങ്കൾ കൂലിക്കാരനായി എടുക്കുന്ന ആ വ്യക്തി ഏറ്റവും ഉത്തമൻ, ശക്തനാണ്, വിശ്വസ്തനുമായിട്ടുള്ള ആളാണ്. ഈ രണ്ട് ക്വാളിറ്റീസ്. അപ്പോ ശുഐബ് അലൈഹിസ്സലാം അവിടെ പറയാണ്, ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹദാ ഇബ്നതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി 8 ഹിജജൻ ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദിക് വമാ ഉരീദു അൻ അശുഖ അലൈക സതജിദൂനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. സൂറത്ത് ഖസസ് 27-ാമത്തെ ആയത്ത്. പിതാവ് പറഞ്ഞു, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എന്റെ 2 പെൺമക്കളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അയാൾ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല മൂസാ അലൈഹിസ്സലാം. പക്ഷെ അള്ളാഹ് ഉത്തരം കൊടുക്കാൻ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ഒരു സെക്യൂരിറ്റി ഫീലിംഗ്, സുരക്ഷിതത്വം ആ മകൾ കാരണം ആ ഒരു സമ്മാനം അവിടെ കിട്ടുകയാണ്. ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറാറുണ്ടോ? നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു നിഷ്കളങ്കമായി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകും എന്നുള്ളത് ഉറപ്പാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത്. നമ്മളൊക്കെ തന്നെ നമ്മുടെ കമ്പനികളിലും സ്ഥാപനങ്ങളിലും നമ്മൾ ജോലിക്കാരെ നിയമിക്കാറുണ്ട്. ജോലിക്കാരെ നിയമിക്കുമ്പോൾ ഏത് മാനദണ്ഡം ആസ്പദമാക്കിക്കൊണ്ടാണ് ജോലിക്കാരെ നിയമിക്കേണ്ടത് എന്ന ഒരു പാഠം കൂടി മൂസാ അലൈഹിസ്സലാം വിവാഹം കഴിക്കുന്ന ശുഐബ് അലൈഹിസ്സലാമിന്റെ മകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, ജോലി ചെയ്യുന്ന ആൾക്ക് നിർബന്ധമായും വേണ്ടത് മാനസികവും ശാരീരികവുമായ ആരോഗ്യമാണ്. മാനസികവും ശാരീരികവുമായ ആരോഗ്യം എപ്പോഴാണ് സഹോദരങ്ങളെ ഉണ്ടാവുക? നല്ലത് കേൾക്കുമ്പോൾ, നല്ലത് പ്രവർത്തിക്കുമ്പോൾ, നല്ലതിന് സാക്ഷി നിൽക്കുമ്പോൾ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ഹലാൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ്. നല്ല പ്രവർത്തനങ്ങൾക്ക് സാക്ഷി നിൽക്കുന്ന ആളുകൾക്ക് നല്ല മാനസികമായ ശാരീരികമായ ആരോഗ്യം ഉണ്ടാകും. ഏറ്റവും നൂതനമായ ഗവേഷണങ്ങൾ പറയുന്നത് ഒരാളോട് ഹൃദയത്തിനുള്ളിൽ വെറുപ്പ്, അസൂയ, പക, വിദ്വേഷം ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾ രോഗിയാണെന്നാണ്. ഏറ്റവും വലിയ മുൽമ്, അക്രമമാണത്. കാരണം സ്വന്തം നഫ്സിനോട് അയാൾ ചെയ്യുന്ന അക്രമമാണ് പക, വിദ്വേഷം, അസൂയ എന്നുള്ള വികാരങ്ങളൊക്കെ കൊണ്ടിറക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ ദുർവികാരങ്ങളിൽ നിന്നും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പ്രാർത്ഥനയിൽപ്പെട്ടാണ്, പടച്ചോനെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരാളോട് ഇല്ലേ പകയും വിദ്വേഷവും വെറുപ്പൊന്നും ഉണ്ടാക്കരുതേ. ഇപ്പൊ പിശാചിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ദുർവികാരങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ കിണഞ്ഞ പരിശ്രമം നടത്തുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് അമൽ സ്വാലിഹാത്ത് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ എന്താവും? സഞ്ചിയുള്ള ഓട്ടയുള്ള സഞ്ചിയിൽ സാധനം വാങ്ങിയതുപോലെ ആയിരിക്കും, ഒന്നും ഫലം കൊള്ളൂല. അതുകൊണ്ട് നമ്മളെ അമൽ സ്വാലിഹാത്ത് ചെയ്യുമ്പോൾ അതില് തഖ്വയുണ്ടോ, ഇഖ്ലാസുണ്ടോ, ഇത്തിബാഉർ റസൂലുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ജോലിക്ക് ഒരാളെ നമ്മൾ നിയമിക്കുമ്പോൾ അയാൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം ഉണ്ടാവണം.
2, അയാൾ സത്യസന്ധനാവണം. അതൊരു ക്വാളിറ്റിയാണ്. ഇന്നിപ്പോ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും വിശ്വസിച്ചേൽപ്പിച്ച അമാനത്ത് അല്ലേ, അതിൽ വീഴ്ച വരുത്തുകയാണ്. ഒരു ജനത്തിന്റെ, ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുന്നു. ഇപ്പൊ ദുരന്തബാധിത പ്രദേശങ്ങളിലൊക്കെ സേവനം ചെയ്യുന്ന ആളുകൾ, സഹായം ചെയ്യുന്ന ആളുകൾ, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. കാരണം അവരെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ്. ഈ ഡ്രസ്സ് നിങ്ങൾ അവിടെ എത്തിക്കണം, ഈ ഭക്ഷണങ്ങൾ അവിടെ എത്തിക്കണം, ഈ പൈസ നിങ്ങൾ അവിടെ എത്തിക്കണം. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ ഉത്തരവാദിത്തം തരും. പിന്നെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കാണ്. ഒരു സർക്കാരാണെങ്കിൽ ജനങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായിട്ട് അത് ഏൽപ്പിക്കണം. ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അമാനത്തിലുള്ള ലംഘനമാണ്. ഇതാരും മനസ്സിലാക്കില്ല. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 500 രൂപ കിട്ടിയാൽ അവർ അതിന്റെ ആവശ്യക്കാരാണ്. ഇത് നമുക്ക് ആവശ്യമില്ല, അവർക്ക് ആവശ്യമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം ആവശ്യങ്ങളെ കണ്ടെത്തി മനസ്സിലാക്കി അവരെ നിർലോഭം സഹായിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരങ്ങളെ, അത് നമുക്ക് വലിയൊരു പരീക്ഷണമാണ്. ചർച്ചകളും സംവാദങ്ങളും ഒക്കെ എപ്പോഴാണ് നടക്കുക? ഒരു സംഭവം നടക്കുമ്പോണ്ടാവും, പിന്നൊക്കെ മറന്നുപോവുക. കാരണം മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറവി കൊണ്ടുവരുന്നതാണ്. ഇപ്പൊ നമ്മുടെ അയൽപ്രദേശത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ ഇരകൾ ഇന്നും ദുരന്തഭൂമിയിലാണ്. അല്ലെങ്കിൽ അവർ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരെ സഹായിക്കാൻ വേണ്ടി നാം ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് സന്ദർഭോചിതമായി ഉടനെ തന്നെ അതിന്റെ ആവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ, അതാര് തന്നെയാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അത് അവർക്ക് എത്തിക്കണം. പൈസ വേണ്ടടുത്ത് പൈസ തന്നെ കിട്ടണം. അവിടെ ഭൂമി കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമല്ല. ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ, ജോലിയില്ല എന്ന് പറയുമ്പോൾ, കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, അതിന്റെ പ്രത്യാഘാതങ്ങളുടെ വലുപ്പം ആലോചിച്ചു. നമ്മളിപ്പോ അങ്ങാടിക്കാട് ഇറങ്ങുമ്പോൾ നമ്മളെ കയ്യിൽ 5 പൈസ ഇല്ലാത്തൊരവസ്ഥ, ആരും ജോലി തരാത്ത അവസ്ഥ, ഒരു പണിയും നാട്ടിലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ്. അതുകൊണ്ട് ഒരാളെ സഹായിച്ചാലും ആ സഹായം വെറുതാവില്ല. മൂസാ നബി അലൈഹിസ്സലാം സഹായിച്ചു, ഉടനെ അള്ള ജവാബ് കൊടുത്തു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുന്നത്താക്കി വെച്ച കാര്യമാണ് ആ ആയത്തിൽ കൂടി നമ്മെ പഠിപ്പിച്ചത്. അള്ളാഹിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ, എന്നെ സഹായിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഒരു യഖീനോടുകൂടി പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ, പോരായ്മകൾ ഇതൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിക്കാനും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കപ്പെടാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായിരിക്കുന്ന സഹോദരന്മാർക്ക്, സഹോദരികൾക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്നും കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. പാപികളായ ഞങ്ങൾക്ക് വിനയപ്പെട്ട് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണമേ. ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടാനുമുള്ള ആ ഒരു മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه.